അഴിമതിക്കെതിരെ ചൂലെടുത്തുകൊണ്ട് തുടങ്ങിയ തുടക്കം. അഴിമതി വീരൻ എന്ന പേര് കേട്ട് ഒരു പതിറ്റാണ്ടിന് നാണം കെട്ട് തല താഴ്ത്തി പരാജയ രുചിയറിഞ്ഞ് പോകുന്ന മടക്കം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ തോറ്റ് ഭരണം നഷ്ടപ്പെട്ടിട്ട് പോലും അതിൻ്റെ തെല്ലും കൂസലില്ലാതെ നൃത്തം ചെയ്ത് മുഖ്യമന്ത്രി അതിഷി മർലേന ആസ്വദിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. കൽക്കാജി മണ്ഡലത്തിലെ തൻ്റെ വിജയത്തിന് പിന്നാലെയാണ് ആനന്ദ നൃത്തം ചുവടുവെച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയും AAP-യുടെ നേതാവും കൂടിയായ അതിഷി ഇങ്ങനെയൊരു നീക്കം നടത്തിയതും തൊട്ടു പിന്നാലെ അതിരൂക്ഷ വിമർശനം ഏൽക്കേണ്ടി വന്നതും. ഭരണം പോയിട്ടും കെജ്രിവാൾ അടക്കം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ തോറ്റമ്പിയിട്ടും എങ്ങനെയാണ് അതിഷിക്ക് നൃത്തം ചെയ്യാനാകുക എന്നുള്ള ചോദ്യമാണ് ഇവരും ഉയർത്തുന്നത്. ഇതിൽ ശക്തമായ വിമർശനം ഉയർത്തിയിരിക്കുന്നത് രാജ്യസഭാ MP കൂടിയായിട്ടുള്ള സ്വാതി മലിവാളാണ്. നാണക്കേടെന്നായിരുന്നു അതിഷിക്കെതിരായി സ്വാതി മലിവാൾ പോസ്റ്റ് പങ്കുവച്ചത്. എന്തൊരു നാണം കെട്ട പ്രകടനമാണിത്. പാർട്ടി തോറ്റു, വലിയ നേതാക്കളൊക്കെ തന്നെ തോറ്റു. അതിഷി അതിനെയാണോ ഇങ്ങനെ ആഘോഷിക്കുന്നത്? പാർട്ടിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ തന്നെ തോറ്റു പരാജയപ്പെട്ടതിന് പിന്നാലെ അതിഷിക്ക് ഒട്ടും തന്നെ ആശങ്കയില്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ് ഈ നൃത്തമെന്നാണ് BJP നേതാവ് അനുരാഗ് താക്കൂർ പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ അതിഷിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് മന്ത്രി താക്കൂർ വ്യക്തമാക്കി. വിജയിച്ചതിന് ശേഷം അതിഷി സന്തോഷത്തോടെ അനുയായികൾക്കൊപ്പം തന്നെ നൃത്തം ചെയ്തതിന് പല കാരണങ്ങളുമുണ്ട്. അതായത് കെജ്രിവാൾ അതിഷിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പദ്ധതി പരാജയപ്പെടുത്തി. 52,154 വോട്ടുകൾ നേടിയാണ് അതിഷി കൽക്കാജി സീറ്റ് നിലനിർത്തിയത്. BJP-യുടെ രമേശ് വിധൂഡിയെ 3,521 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അതിഷിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. പക്ഷേ മറ്റിടത്തൊക്കെ തന്നെ BJP നേതാക്കൾ ആം ആദ്മി നേതാക്കളെ ദയനീയമായി പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അഴിമതിക്കെതിരെ വാളെടുത്ത നേതാവ് അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച് ഒടുവിൽ ജയിൽവാസവും മറ്റും കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിൽ തന്നെ നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്ന കെജ്രിവാളിന് ഇത്തവണ 4,089 വോട്ടിന് BJP-യുടെ പർവേഷ് സിംഗ് വർമ്മയോട് തോറ്റു മടങ്ങേണ്ടി വന്നു. പാർട്ടി ഇന്ന് അധികാരത്തിലില്ല, MLA സ്ഥാനവുമില്ല. ഇനി അരവിന്ദ് കെജ്രിവാളിനാകട്ടെ വലിയ പരീക്ഷണങ്ങളും തന്നെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കാരണം കെജ്രിവാളും മനീഷ് സിസോദിയും ഒക്കെ തന്നെ സത്യേന്ദ്ര ജെയിനും ഒക്കെ തന്നെ കരുത്തരായി നിന്ന ഡൽഹിയിൽ ആം ആദ്മിക്ക് ഇന്ന് പേരിന് പോലും അങ്ങനെ ഒരു നേതാവില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. വലിയ ആഘാതം നേരിടേണ്ടി വന്ന പാർട്ടിക്ക് ആശ്വാസമായി മാറിയത് അതിഷിയുടെ ഈ ജയം മാത്രമാണ്. എന്നാൽ തൊട്ടു പിന്നാലെ അതിഷി കനത്ത പരാജയം നേരിട്ടതിന് പിറകെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി രാജി സമർപ്പിച്ച് അതിഷി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ നേരിട്ട് കണ്ടു. ഇതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്തെ 7ാം മന്ത്രിസഭ പിരിച്ചുവിടുന്നതായി ഗവർണറും അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം ഉൾപ്പെടെ വലിയ തിരിച്ചടി തന്നെയാണ് ഡൽഹിയിൽ ആം ആദ്മിക്ക് നേരിടേണ്ടി വന്നത്. ഡൽഹിയിലെ 70 അംഗ നിയമസഭയിൽ 48 സീറ്റുകൾ BJP-ക്ക് നേടാൻ കഴിഞ്ഞു. 2020-ലെ തിരഞ്ഞെടുപ്പിൽ 8 സീറ്റിൽ മാത്രം വിജയിച്ച സ്ഥാനത്ത് 5 വർഷത്തിനിപ്പുറം 48 സീറ്റുകളാണ് BJP സ്വന്തമാക്കിയത്. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ ആം ആദ്മിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ കേവലം 22 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. കോൺഗ്രസ് ആകട്ടെ അതേപടി നിലനിൽക്കുന്നു. ഒരു സീറ്റിലും ജയിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ജയിൽ മോചിതനായ കെജ്രിവാൾ നാടകീയമായി രാജി പ്രഖ്യാപിച്ചതോടെ അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി മാറുന്നു.